അപ്പോൾ ഗൈസ് നമ്മൾ പുതിയൊരു സർവൈവൽ സീരീസ് തുടങ്ങാൻ പോവാണ്. ഞാൻ ഹാർഡ് ഇട്ടിട്ടാണ് കളിക്കുന്നത്. നമ്മളുടെ വേൾഡിന് പേര് കൊടുക്കാം ബ്രദേഴ്സ് വ്ളോഗ് എന്ന് അടിച്ചു കൊടുക്കാം ഗൈസ്. ബ്രദേഴ്സ് വ്ളോഗ് എന്നാണ് ഞങ്ങളുടെ വേൾഡിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ലോഡിങ് ആവുന്നുണ്ട്. ഞാൻ വേൾഡിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് ആദ്യം ഇത്തിരി മരം മുറിക്കണം ഗൈസ്. അവിടെ മരമുണ്ട്, ഒരു മരമുള്ള ഗൈസ്. ബാക്കിയുള്ള മരങ്ങളൊക്കെ അപ്പുറത്തെ ഐലൻഡിലാണ്. മരം മുറിച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ള ടൂൾസ് അതേപോലത്തെ സാധനങ്ങളൊക്കെ ഈ മരം നമ്മൾ ഫുള്ളായിട്ട് വെട്ടിയിട്ടുണ്ട് ഗൈസ്. അതിന് നമുക്ക് അപ്പുറത്തെ ഐലൻഡിലേക്ക് പോകണം. അതിന് മുമ്പ് ഇവിടെ ഒരു ആപ്പിൾ വീണ് കിടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളുടെ മരം ഇവിടെ നട്ടുപിടിപ്പിക്കാം. ഇങ്ങനെ മരം വെട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ കുഞ്ഞ ടൈപ്പ് കിട്ടും ഗൈസ്. അത് ഞാൻ അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി ഇത് പ്ലാങ്ക് ആക്കണം ഗൈസ്. പ്ലാങ്ക് ആക്കാനായിട്ട് ഇത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പ്ലാങ്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കോളും. അത് വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം ഗൈസ്. ഞാൻ അറിയാണ്ട് 2 എണ്ണം ഉണ്ടാക്കിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ഉപയോഗപ്പെടും. നമുക്ക് ഒരെണ്ണം ഇവിടെ വെച്ചിട്ട് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. പക്ഷേ നമുക്ക് ഇത്തിരി മരം കൂടി കളക്ട് ചെയ്യണം. പക്ഷേ എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. സ്റ്റിക്ക് ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു സ്വാഡും ആക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്സ് കൊണ്ട് സ്പീഡിൽ നമുക്ക് മരമൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും ഗൈസ്. നമുക്ക് ഈ ഐലൻഡിൽ നിന്ന് അപ്പുറത്തെ ഐലൻഡിലേക്ക് പോയിട്ട് അവിടെ വീടുണ്ടാക്കിയാലോ? നോക്കാം ഗൈസ്. അവിടെ വീട് വയ്ക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വീട് ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ അപ്പുറത്തെ ഐലൻഡിലെത്തി. ഇവിടെ നിന്ന് ഇത്തിരി വുഡും കാര്യങ്ങളും കളക്ട് ചെയ്യാം ഗൈസ്. ഞാൻ വുഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ മരങ്ങളുണ്ട്. അതുകൊണ്ട് വുഡിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി, വുഡ് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു പശുവൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. പശു നമ്മളുടെ കൗവില്ലേ, കൗ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് വീട് വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. പിന്നെ വീട് വെക്കാൻ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത്തിരി വുഡും കാര്യങ്ങളും നമുക്ക് കുഴിക്കണം. അത് ഞാൻ കുറേ കുഴിക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് വീടുണ്ടാക്കാനുള്ള വുഡ് കിട്ടുള്ളൂ ഗൈസ്. അതിനായിട്ട് ഞാൻ കുറേ മരങ്ങൾ മുറിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നല്ല മരങ്ങൾ നോക്കി വേണം. ഇവിടെ ഒരു കേവ് ഉണ്ട് ഗൈസ്. ഇപ്പം കേവിക്ക് പോകണ്ട. ഇപ്പം എന്നുവെച്ചാൽ ബെഡൊന്നുമില്ല, ചത്ത പോലെ ഇരിക്കും. അതുകൊണ്ട് റീസ്പോൺ സെറ്റാക്കിയിട്ട് നമുക്ക് വേറെ ഒരു ദിവസം വന്നിട്ട് വേണമെങ്കിൽ കേവൊക്കെ നോക്കാൻ വരാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്. നമുക്ക് ആദ്യം ബെഡൊക്കെ കണ്ടുപിടിച്ച് റീസ്പോണൊക്കെ സെറ്റാക്കണം. അല്ലാണ്ട് അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് ആദ്യം തൊട്ടേ തുടങ്ങണം. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ബേസ് റെഡിയാക്കട്ടെ. ബേസ് റെഡിയാക്കിയിട്ട് അവിടെ നമുക്ക് വീടും കാര്യങ്ങളും വെക്കണം. അപ്പോൾ നമുക്ക് അവിടെ ബെഡിൽ റീസ്പോൺ സെറ്റാക്കിയിട്ട് അപ്പോൾ നമ്മൾ ചത്താലും റീസ്പോണായി വരും ഗൈസ്. ഇവിടെ കുറേ മരമുണ്ട്. മരമൊക്കെ മുറിച്ച് ഗൈസ്. ഇനി നമുക്ക് വീട് കണ്ടുപിടിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് ഇത്തിരി പണിയുള്ള ഇത്. നല്ല നിരപ്പ് സ്ഥലം വേണം ഗൈസ്. നല്ല പ്ലേസ് സ്ഥലം. അതിനായിട്ട് ഇവിടെ കണ്ട നിറച്ച് മരങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ വീട് കൊണ്ട് വയ്ക്കാൻ സ്ഥലം കിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നല്ല വലിയ ഗ്രൗണ്ട് പോലത്തെ സ്ഥലങ്ങൾ വേണം. എന്നാലേ നമുക്ക് വീട് വയ്ക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഞാൻ വീട് വയ്ക്കാനായിട്ട് നല്ല സ്ഥലം തപ്പി നടക്കാം ഗൈസ്. ഇവിടെ കോഴിയൊക്കെ പോണു.
കോഴീനെ ഒന്നും നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് ഇത്തിരി നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കോഴീനൊക്കെ. അവിടെ ഗൈസ് ഒരു മരം. ഓക്കെ ഗൈസ്, നല്ല സ്ഥലം. ഇവിടെ തന്നെ വീട് വെച്ചാലോ? ആ ഒരു ഷീപ്പിനും കിട്ടി. നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ ഈ ഷീപ്പ് ഉപയോഗം ആവും ഗൈസ്. ഷീപ്പിൻ്റെ വൂള് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൽ കൂടെ പോയി നോക്കട്ടെ വല്ലതും ഉണ്ടാവോ ഈശ്വര. ഗൈസ് അവിടെ ലാവുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പോർട്ടലിനൊക്കെ ഈ ലാവ യൂസ് ചെയ്യാൻ പറ്റും. ഗൈസ് അവിടെ 2 ഷീപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള വൂളും കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ ഇപ്പം കിട്ടും ഗൈസ്. നമുക്ക് ഈ ഷീപ്പിനെ കൊന്നാൽ മാത്രം മതി നമുക്ക് വൂൾ ഒപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ തന്നെ വീട് വയ്ക്കണം ഗൈസ്. അതിനായിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം. അതിന് മുമ്പ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ കൈക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാതെ. ഇനി നമുക്ക് വീടുണ്ടാക്കാനായിട്ട് ഇത്തിരി സ്റ്റോണും കാര്യങ്ങളും വേണ്ടി വരും ഗൈസ്. സ്റ്റോണ് അതിന് മുമ്പ് പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കണം. നമുക്ക് ബെഡ് വെച്ചിട്ട് റീസ്പോൺസ് ചെയ്താലോ ഗൈസ്. ആദ്യം ബെഡ് വയ്ക്കുക. അപ്പോൾ നമുക്ക് ബെഡ് ഇവിടെ പ്ലേസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇനി ചത്താലും നമ്മൾ റീസ്പോണായി വരും. നമുക്ക് പിക്കറ്റ്സ് ഉണ്ടാക്കാം. സ്റ്റോണിന് വേണ്ടി മൈനിങ്ങിന് പോകണം. പിന്നെ നമുക്ക് ഇത്തിരി കോളും കണ്ടുപിടിക്കണം ടോർച്ചിന് വേണ്ടിയിട്ടായിട്ട്. നമുക്കിവിടെ നല്ല മൈനിങ് ചെയ്യാം ഗൈസ്. ഇപ്പോഴും നമ്മളുടെ വീഡിയോ കാണാത്തവർ, വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. നമുക്കിവിടെ മൈനിങ് ചെയ്യണം. അപ്പം നമുക്ക് കുറേ സ്റ്റോണും കിട്ടും. ഒരു മൈനിങ് ഏരിയ ആവും. പോയി വീടുണ്ടാക്കാനായിട്ട് കുറേ സ്റ്റോണും കാര്യങ്ങളും കിട്ടും ഗൈസ്. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ കൊണ്ട് ഭയങ്കര ഉപയോഗമൊക്കെ ഉണ്ടാവും. നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാം ഗൈസ്. ഇത് നമുക്ക് ഫർണസ്, ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി. നമുക്ക് ഇത്തിരി ഫർണസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി മൈനിങ്ങിനൊക്കെ പോകണം. സ്റ്റോൺ പിക്കാറ്റ്സ് ഉണ്ടാക്കണം. അങ്ങനെ ഇത്തിരി ഇതൊക്കെ ഉണ്ട് ഗൈസ്. അതിന് മുമ്പ് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ചെസ്റ്റ് കാണാനില്ല. ഓക്കെ ഗൈസ്, ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ ചെസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ചെസ്റ്റിന്ന് ഇവിടെ അടിച്ചു കൊടുക്കാം ഗൈസ്. ചെസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ചെസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത വീടുണ്ടാക്കാനുള്ള പണിക്കായിട്ട് പോകണം ഗൈസ്. ഓരോ പണിയുണ്ട്. ഇനി നമുക്ക് മൈനിങ്ങിനും കാര്യങ്ങളും പോകണം. അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ് കുറേ. നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളുടെ സ്റ്റോണും കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ മൈനിങ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോൺ ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു സ്റ്റോണാക്കി എടുക്കണം. അപ്പം നമുക്ക് ഇത്തിരി ഇവിടെ കുറേ സ്റ്റിക്ക് വയ്ക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്റ്റോണൊക്കെ അവിടെ നിന്ന് കിട്ടും. ഇനി കോള് മൈൻ ചെയ്യാൻ പോകണം ഗൈസ്. ഇവിടെ ആയിട്ട് കോളുണ്ട്. കോളൊക്കെ മൈനിങ് ചെയ്യാം. ഇനി കുറേ ഉണ്ടോ ഗൈസ്? കുറേ കോളുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മോനെ കുറേ കോളുണ്ട് ഗൈസ്. ഞാൻ ഇത്രയും കോളുണ്ടെന്ന് വിചാരിച്ചില്ല. ഞാനാകെ 2 കോളേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. എനിക്ക് ലക്ക് ഉണ്ടെങ്കിൽ കുറേ കോള് കിട്ടും. നമുക്ക് കുറേ ടോർച്ചിന് വേണ്ടിയിട്ട് ഈ കോളൊക്കെ ധാരാളം ഗൈസ്. നമ്മൾക്ക് മുകളിലും കാര്യങ്ങളും ഇത്തിരി കോളുണ്ട്, അതും പൊട്ടിക്കണം. പിന്നെ സൈഡിലും കോളുണ്ട് ഗൈസ്. ഇവിടെയും കോളുണ്ട്. കുറേ കോളുണ്ട് ഗൈസ്. ഇതൊക്കെ മൈൻ ചെയ്യണം. നമുക്കിത് ഇവിടെയും കോളുണ്ട്. കുറേ കോളുണ്ട് ഗൈസ്. അപ്പം നമുക്ക് കുറേ ടോർച്ചും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. കോളും ടോർച്ചല്ല, സ്റ്റിക്കും കോളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടോർച്ച് ഉണ്ടാക്കുക. അതുകൊണ്ട് സ്റ്റിക്ക് നമ്മളുടെ കയ്യിൽ കുറേ ഉണ്ട്, കോളാണ് ഇല്ലാത്തത്. ഇപ്പം ഞാൻ കോള് കുറേ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ടോർച്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് കോളിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. നമുക്ക് കുറേ ടോർച്ചും കാര്യങ്ങളും
കൊടുക്കാൻ പറ്റും. ഇനി വല്ലവിടെയും ഗോളുണ്ട് ഗൈസ്. ഒരു സ്ഥലത്തും ഗോളില്ല. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കോള് കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെയൊക്കെ ഇത് നട്ട് വയ്ക്കാം ഗൈസ്. അപ്പോൾ കുറേ മരങ്ങൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ ഇവിടെ കുറേ സ്റ്റോണ് ആവുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മളുടെ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് എടുത്ത് ചെസ്റ്റിക്ക് വെക്കാം ഗൈസ്. എന്നിട്ട് ഈ സ്റ്റോണും കാര്യങ്ങളും നമുക്ക് കുറേ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ താഴത്ത് മൊത്തം കുഴിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ താഴത്ത് നമുക്ക് ഇങ്ങനെ മഡ് തന്നെ ആയാൽ പറ്റില്ലല്ലോ, ഗ്രാസ് തന്നെ. അതിനായിട്ട് നമ്മൾ താഴത്ത് ഇങ്ങനത്തെ സ്റ്റോൺ വയ്ക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അല്ലാണ്ട് താഴത്ത് ഗ്രാസ് തന്നെയായാൽ നമ്മുടെ വീടിന് അത്രയ്ക്ക് ഭംഗി കിട്ടില്ല ഗൈസ്. അതിനായിട്ടാണ് ഞാൻ ഗ്രാസിന് പകരം ഇതിവിടെ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനത്തെ സ്റ്റോണാണ്. ഈ സ്റ്റോണ് പ്രത്യേകത തരം ഒരു ഭംഗി കിട്ടും ഗൈസ്. അതിനായിട്ട് ഞാൻ ഇവിടെ മൊത്തം സ്റ്റോൺ വയ്ക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ കുറേ സ്റ്റോൺ വയ്ക്കാനുണ്ട്. ഇങ്ങനെ താഴത്ത് മൊത്തം കുറേ സ്റ്റോൺ വയ്ക്കാം ഗൈസ്. അന്നേരം നമ്മളുടെ വീടിന് ഒരു ഭംഗി കിട്ടുള്ളൂ. അതിനായിട്ട് ഞാൻ സ്റ്റോൺ ഇവിടെയൊക്കെ വയ്ക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, കുറേ സ്റ്റോൺ വയ്ക്കണം ഗൈസ്. ആ സ്റ്റോൺ നമുക്ക് പിക്കാസ് കൊണ്ട് പൊട്ടിച്ചിട്ട് താഴെ തന്നെ വയ്ക്കാം. അപ്പം നമുക്ക് ആ സ്റ്റോൺ വേസ്റ്റ് ആവില്ല. നമുക്ക് ഇവിടെയും കാര്യങ്ങളും കുറേ പണിയുണ്ട്. കുറേ പണിയല്ല, ഈ നില മൊത്തം ഒരുക്കണം ഗൈസ്. നിലത്ത് മൊത്തം ഇങ്ങനെ ടൈൽസ് പോലെ വയ്ക്കണം ഗൈസ്. ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് സെറ്റാക്കണം ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 ഭാഗത്ത് ഇങ്ങനെ വുഡ് വയ്ക്കണം. ഇവിടെയും കൂടി നമുക്ക് വുഡ് വയ്ക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ 4 ഭാഗത്ത് വുഡ് വെച്ചിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ ഈ സ്റ്റോണും കാര്യങ്ങളും വയ്ക്കണം ഗൈസ്, എല്ലാ ഭാഗത്തും. അപ്പോഴാണ് ഒരു ഭംഗി കിട്ടുക. നമുക്ക് ഇവിടെയും കൂടിയും കുറേ വയ്ക്കണം. ഓക്കെ ഗൈസ്, ഇങ്ങനെ വയ്ക്കണം. വെച്ചാലാണ് ഒരു ഭംഗി കിട്ടുക. ഈ വീട് മൊത്തം ഇങ്ങനത്തെ സ്റ്റോണായാൽ നല്ല ഭംഗിയായിരിക്കും ഗൈസ്. അതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഇവിടെ കുഴപ്പമില്ല. ഇങ്ങനെ കുറേ വയ്ക്കണം മുകളിൽ. അപ്പം നമ്മളുടെ വീടിന് ഒരു ഭംഗി കിട്ടും. ഇനി സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി ഗൈസ്. ഇവിടെയും കാര്യങ്ങൾ വയ്ക്കണം. ഓക്കെ, നമ്മൾ ഈ 2 ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും വയ്ക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യണം. അതിനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് പോകണം. എന്നാൽ അപ്പുറത്ത് ചെയ്യാൻ പറ്റുക. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കണം. അതിനായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ചാടി ഇവിടെ വെച്ചിട്ട് ഇവിടെയും കൂടി വെച്ച് ഇവിടെയും കൂടി വയ്ക്കാം ഗൈസ്. ഇനിയും നമുക്ക് സ്റ്റോൺ വേണം. അതിനായിട്ട് നമ്മളുടെ ഫർണസിൽ പോയിട്ട് ഇനിയും സ്റ്റോൺ ഉണ്ടാവും. അപ്പം നമുക്ക് പിന്നെയും ഇങ്ങനത്തെ സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് ഗൈസ് ഇവിടെയും കൂടിയും വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ചാടി ഇനി ഇവിടെയും എല്ലാ സൈഡിലും ഈ സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട് സെറ്റാവും ഗൈസ്. നമുക്ക് പിന്നെ 2 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 സ്റ്റോൺ കിട്ടിയ പോരാ ഗൈസ്. നമുക്ക് നമ്മളുടെ ഗ്ലാസ് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വയ്ക്കാം. ഓക്കെ ഗൈസ്, നടുവിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നല്ല രീതിക്ക് ഞാൻ വെച്ചിട്ട് നമ്മളുടെ വീട് മൊത്തം കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ ഗ്ലാസ് എടുത്തിട്ട് ഇതിവിടെ വയ്ക്കാം ഗൈസ്. ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ് വെച്ചാൽ അവിടെ ഗ്ലാസ് ഉണ്ടോയെന്ന് പോലും അറിയില്ല ഗൈസ്. ഈ ഗ്ലാസ് ആകുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് ഗൈസ് നമ്മളുടെ പുത്തൻ വീട്. ഇതിനെ മുകളിലൊക്കെ പണിയാനുണ്ട്. അതൊക്കെ നമുക്ക് പണിയണം ഗൈസ്. ഇനിയും മുകളിലും കൂടിയും പണിഞ്ഞിട്ട് സെറ്റാക്കണം. അല്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ലേ ഗൈസ്. അതിനായിട്ട് നമുക്ക് കുറേ സ്റ്റോൺ ആവശ്യം വേണ്ടി വരും. ഇത് നമ്മളുടെ വീട്ടിലേക്കുള്ള വഴിയും കാര്യങ്ങളും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ റൂഫ് പോലെ പണിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വീട് സീനായിട്ട് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.